ഓക്കെ, അപ്പോൾ നമ്മൾ 15 ദിവസത്തെ ക്ലാസ്, ഇപ്പോൾ ഇന്ന് 15ാമത്തെ ദിവസത്തെ ക്ലാസ് എന്ന് പറഞ്ഞത് എച്ച് ആണ്. അപ്പോൾ ഇവിടെ മിഡിൽ ക്ലാസ് ആയിട്ടാണ് നമ്മൾ എച്ചിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ 15ാമത്തെ ക്ലാസ്സിൽ നമുക്ക് ഇന്ന് എച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ മാധവാണ്. അപ്പോൾ മാധവിന് ഒരു റൗണ്ട് ക്ലച്ച് എച്ചെടുക്കുന്ന കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് മനസ്സിലാക്കി മാധവ് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റിൽ റിവേഴ്സ് വരുമ്പോൾ നമ്മൾ ആ ഒരു റിബൺ കെട്ടിയ രണ്ടാമത്തെ കമ്പിയാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയിട്ട് ആ കമ്പിയിൽ തട്ടൂല എന്ന് തോന്നുമ്പോൾ നമ്മൾ സ്റ്റിയറിങ് തിരിച്ച് ആ കമ്പിയുമായിട്ട് അടുപ്പിച്ചാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ ആ കമ്പി തട്ടില്ല എന്ന് ഉറപ്പായി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലെ കമ്പിയെ നമ്മൾ നോക്കും. അപ്പോൾ അവിടെയും ഇതുപോലെ ഒരു ചുവപ്പ് റിബൺ കെട്ടിയ ഒരു കമ്പിയുണ്ട്. അപ്പോൾ അവിടെ ആ കമ്പിയിൽ വണ്ടി തട്ടൂല എന്ന് തോന്നുമ്പോൾ നമ്മൾ 2 റൗണ്ട് തിരിച്ച് തിരിക്കുകയാണ്. ഉണ്ട്, അവിടെ 2 റൗണ്ട് തിരിച്ചു. കമ്പി തട്ടൂല എന്ന് തോന്നുമ്പോൾ പൂർണ്ണമായും നമ്മൾ കമ്പിയുമായിട്ട് അടുപ്പിക്കുകയാണ്. കണ്ടോ, അടുപ്പിച്ചു. ഇനി വണ്ടി അതിനകത്ത് കയറി ബോഡി ലെവലാവുമ്പോൾ 2 റൗണ്ട് നമ്മൾ തിരിച്ച് തിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മളെ വണ്ടി ബോഡി ലെവലാവുകയാണ്. ബോഡി ലെവലാവുമ്പോൾ 2 റൗണ്ട് തിരിച്ച് തിരിച്ചു, വണ്ടി ലെവലായി. ഇത് നമ്മൾ 15ാമത്തെ ദിവസം രണ്ടാമത്തെ എച്ച്, അതായത് ഇന്ന് നമ്മൾ എച്ച് തുടങ്ങിയതേ ഉള്ളൂ. ആദ്യത്തെ റൗണ്ട് പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ റൗണ്ട് മിസ്റ്റർ മാധവ് തനിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വരുന്നത് സെക്കൻഡ് ഫോർവേഡാണ്. സെക്കൻഡ് ഫോർവേഡ് വന്ന് 2 കമ്പികളുടെ മധ്യഭാഗത്തായിട്ട് വണ്ടിയെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അപ്പോൾ 2 കമ്പികളുടെ മധ്യഭാഗത്തായിട്ട് മാധവ് കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ നിർത്തുമ്പോൾ കമ്പി കഴിഞ്ഞാണ് നിൽക്കുന്നത്. ബാക്ക് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് യെല്ലോ റിബണിനെയാണ് നോക്കുന്നത്. അപ്പോൾ യെല്ലോ റിബണിനെ നോക്കിയിട്ട് നമുക്ക് ഇപ്പോഴും തിരിച്ചാൽ അവിടെ നമുക്ക് തട്ടും. അപ്പോൾ നമ്മൾ ശകലം വെയിറ്റ് ചെയ്യുന്നു. എവിടെ എത്തുമ്പോഴാണോ ആ യെല്ലോ റിബണിൽ തട്ടൂല എന്ന് തോന്നുന്നത് അവിടെ എത്തുമ്പോൾ നമ്മൾ തിരിക്കുകയാണ്. ഇപ്പം അടുപ്പിച്ചു എന്നിട്ട് തട്ടൂല എന്ന് പൂർണ്ണമായി ഉറപ്പായി. ഫുള്ള് തിരിക്കും, മുഴുവൻ തിരിച്ചു. അപ്പം കമ്പി തട്ടില്ല. ഇത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് അപ്പുറത്തെ സൈഡിൽ വീണ്ടും മറ്റൊരു യെല്ലോ റിബണാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലെ യെല്ലോ റിബണിനെ കണ്ട് വണ്ടി തട്ടൂല എന്ന് തോന്നിയിട്ടേ റിട്ടേൺ ചെയ്യാൻ പാടുള്ളൂ. തട്ടൂല. അപ്പോൾ അങ്ങനെ തന്നെ പോയി. ഇനി തട്ടൂല എന്ന് ഉറപ്പായതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയൂടെ തിരിക്കണം. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണ്. തട്ടൂല പൂർണ്ണമായിട്ട് ഉറപ്പായി. ഫുള്ള് തിരിച്ചു. എന്നിട്ടിവിടെ ബോഡി ലെവലാവുമ്പോൾ 2 റൗണ്ട് റിട്ടേൺ ചെയ്യാം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ദിവസം ഒരു കുട്ടിക്ക് കൊടുക്കുന്നത് 5 റൗണ്ടാണ് എച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് എച്ച് നമ്മൾ കൊടുത്ത മാധവ് 5 റൗണ്ടിൽ 2ാമത്തെ റൗണ്ടാണ് ആൾ തനിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ മനസ്സിലാവുന്ന കുട്ടികൾക്ക് ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത മാധവിൻ്റെ എച്ച്. മാധവ് എങ്ങനെയുണ്ട്? എന്തായാലും സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം 2ാമത്തെ റൗണ്ടിലാണ് മാധവ് തനിച്ചെടുത്തത്. ഒരു റൗണ്ട് മാത്രമേ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാനും എളുപ്പമാണ്, കുട്ടികൾ പെട്ടെന്ന് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെ അല്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സംഭവം. ഓക്കെ മാധവ്, ഓക്കെ, കൺഗ്രാറ്റ്സ്, വെരി ഗുഡ്, സൂപ്പറായി കേട്ടോ. ഓക്കെ, എടുത്തോ.